ട്രംപ് മസ്ക് ഇവർ വലിയൊരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടാണ് ട്രംപ് ഇത്തവണ അധികാരത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ കണ്ടത്. ഈ ഇലോൺ മസ്ക് ഒരു സർക്കാർ ജീവനക്കാരനായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഏൽപ്പിച്ച ആ കാലാവധി സമയം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞാണ് പടിയിറങ്ങുന്നത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഇത്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അതിനോട് ചേർത്ത് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ട്രംപും മസ്കും തമ്മിലുള്ള ഈ ചങ്ങാത്തം ആരംഭിച്ചത് ഈ അധികാരത്തിൽ വന്നതിന് ശേഷമല്ല. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ഒരു കരുവായിട്ട് ഉപയോഗിച്ചത് ഈ ഇലോൺ മസ്കിനെ തന്നെ ആയിരുന്നു, നേരത്തെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഉന്നതമായ പദവി കൊടുക്കും, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കാൻ വേണ്ടി ഉചിതമായ പദവികൾ കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. അത് എന്താണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം വന്നത് ഇതിന് ശേഷമാണ്. അതുപോലെ സർക്കാർ ജീവനക്കാരനായിട്ടല്ല ഇലോൺ മസ്കിൻ്റെ നിയമനം, അതും വളരെ വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ വെച്ചത് സർക്കാർ ജീവനക്കാരുടെ അന്തകനായിട്ടാണ്. ചെലവ് ചുരുക്കൽ. അതെ, ഫയർ ചെയ്യുക. അമേരിക്കയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പിരിച്ചുവിടുക എന്നല്ല പറയുന്നത്, ടെർമിനേറ്റ് ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ഫയറിങ്. ഒരാഴ്ചയാണല്ലോ അവിടെ ശമ്പളം. അതിൻ്റെ നമ്മുടേതുമായിട്ട് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ഒരാഴ്ച കൂടുമ്പോഴാണ് ശമ്പളം അവിടെ സ്ഥാപനങ്ങളിൽ. വീക്കെൻഡിലെ ഹോളിഡേയ്സ് ആയിട്ട് അങ്ങനെ ആഘോഷിക്കാൻ അവർ നമ്മുടെ ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ എല്ലാ ശനിയാഴ്ചയും അതുപോലെ അല്ലിത് അടിച്ച് പൊളിക്കുക, എന്തോ ശമ്പളമാണ് ഓരോരുത്തരും വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീക്കെൻഡ് ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട്, ഗേളാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് പോയി ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് ഇവർ പ്രധാനമായിട്ടും അത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അടിച്ച് പൊളിച്ച് സുഖിച്ച് നിശാ ക്ലബ്ബുകളുള്ള രാജ്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് അത് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഈ പണം. അങ്ങനെ സുഖങ്ങളുടെ നാടാണല്ലോ, സുഖലോലുപതയുടെ നാടാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഒരാളിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല ബോസിനെങ്കിൽ, ബോസ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് മുതലാളിയെ, ആ മുതലാളിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പറഞ്ഞു വിടാൻ നമ്മുടെ ഇവിടുത്തെ പോലുള്ള നോട്ടീസ് കൊടുക്കലൊന്നുമില്ല. സീറ്റിലൊരു ചെക്ക് കൊടുത്തിരിക്കും, അടുത്ത ആഴ്ചത്തേക്കുള്ള ശമ്പളം കൂടെ വെച്ചിരിക്കും സാധാരണഗതിയിൽ, വെച്ചിട്ട് ഒരു ഫയറിംഗ് ലെറ്റർ, യു ആർ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് എന്ന് പറയും, യുവർ സർവീസ് എൻഡ്സ് ഹിയർ എന്നും പറഞ്ഞൊരു നോട്ടീസും കൂടെ വെച്ചിരിക്കും. അപ്പോൾ ഇയാൾക്ക് പ്രശ്നമില്ല, നമ്മുടെ ഇവിടുത്തെ പോലെ കരഞ്ഞു വിളിക്കുകയോ സമരം ചെയ്യുകയോ ഒന്നുമില്ല, അവിടെ നിന്നും പ്രൊവിഷനും ഇല്ല. അവിടെ നേരെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് കയറും, അതിന് ജോലിയുണ്ട്, അവിടെ ജോലി കിട്ടും. ചിലപ്പോൾ കൂടിയ ശമ്പളമാകും, കുറഞ്ഞ ശമ്പളമാകും, ഇത്രയും ഗ്ലാമർ ഇല്ലാത്ത സ്ഥാപനമാകാം, ഇത്രയും പേരില്ലാത്ത സ്ഥാപനം, അങ്ങനെ അങ്ങ് പോകും. അങ്ങനെയാണ് പ്രൈവറ്റിൽ അപ്പോൾ പ്രശ്നമില്ല. ഇതേ രീതി തന്നെ സർക്കാർ തലത്തിലും കൊണ്ടുപോകും. ആര്? ഇലോൺ മസ്ക്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ പേരാണ് ഡോജ് എന്നല്ല, ഡോജ് എന്ന് പറയുന്ന സ്കീം. ആ സ്കീം അദ്ദേഹം കാര്യക്ഷമമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യക്ഷമതാ വകുപ്പ് എന്നാണ് പറയുന്നത്. ഡോജ് നടപ്പാക്കേണ്ട കാലാവധി കൊടുത്തിരുന്ന അടുത്ത വർഷം ജൂലൈയില്ല. ഈ വർഷം ജൂലൈയില്ല, അടുത്ത വർഷം, ഒരു വർഷമുണ്ട്. പക്ഷേ ഈ വർഷം ജൂലൈ ആവുന്നതിന് മുമ്പ് ഇലോൺ മസ്ക് പടിയിറങ്ങി. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം? അത് കിട്ടിയോ? കാരണം അറിയാമോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഈയിടെയായിട്ട് ഇപ്പോൾ അധികാരത്തിൽ വന്ന ശേഷം ട്രംപ് ഒരു ബില്ല് പാസ്സാക്കി. അതായത് നികുതി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ലാണ്. ഈ നികുതി ബില്ലെന്ന് പറയുന്ന ബില്ല് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ, അമേരിക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നികുതി ഡിഡക്റ്റ് ചെയ്യുകയാണ്. ആ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു സംഭവം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നത് എന്താണെന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഫാക്ട്സും ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് ഇലോൺ മസ്ക് പറയുന്നത്, ഇതുമൂലം ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ്റിനുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത്, ഞാൻ ഈ കാര്യക്ഷമതാ വകുപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാഭത്തിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഞാനൊരു വസ്തുവോട് ഇവിടെ ലാഭം ഉണ്ടാക്കുന്നു, മറുവസ്തുവോട് ഇയാൾ നഷ്ടം ഉണ്ടാക്കും, ഇതെങ്ങനെ പോകാൻ പറ്റും? നോ നോൺസെൻസ് എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിനും ഇലോൺ മസ്കിനും. ഒന്ന് വെട്ടൊന്ന് മുറി രണ്ട്, ട്രംപിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ആഗ്രഹം അറിയിച്ചു, എനിക്ക് പോകണം, ഞാനൊരു വശത്ത് ലാഭം ഉണ്ടായി രാഷ്ട്രത്തിന്, അമേരിക്ക ഫസ്റ്റ് എന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം. ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കുറച്ചുകൂടെ പണം നമുക്ക് വേണ്ടേ? രാഷ്ട്രത്തിനായിട്ട് കിട്ടണ്ടേ? ആളുകൾക്കല്ല, രാഷ്ട്രത്തിന് കിട്ടണ്ടേ? ആളുകൾക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഏകദേശം വളരെ ലളിതവൽക്കരിച്ച് പറയുക. ഇനിയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ അമേരിക്ക ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ആ പ്രശ്നമില്ല. ഇപ്പോൾ
വിജയനാഥിൻ്റെ ഏകദേശ ഊഹം ലണ്ടനിൽ ഒരു മസാല ദോശയ്ക്ക് എത്ര രൂപ ആവും എന്നാണ് വിശേഷം. ഞാൻ ചോദിക്കുക, നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുക. ഒരു ഊഹം പറഞ്ഞാൽ മതി. ഞാനും അവിടെ പോയി, ഞാൻ പോയിട്ടുമില്ല, മസാല ദോശ കഴിച്ചിട്ടുമില്ല. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ, ഊഹിക്കാൻ കഴിയുന്നില്ല. നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഒരു ഡോക്ടർ, സെൻറ് തോമസ്, ഒരു പക്ഷേ വിജയനാഥിൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കും, 1850 രൂപയുടെ ബില്ല്. എടാ ഞാൻ മകനോട് പറഞ്ഞതാണ്, അദ്ദേഹം അവിടെ പഠിച്ചതാണല്ലോ, എടാ ഞാനൊരു മസാല ദോശ, ഇവിടെ ഒരു രക്ഷയില്ലടാ, ഒരു മസാല ദോശ കഴിച്ചു, 1800 ഇന്ത്യൻ റുപ്പീസ് 1850 രൂപയാണ് ഒരു മസാല ദോശ കഴിച്ച പാപത്തിന്. അമേരിക്കയൊട്ടും മോശമല്ല. ടാക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ശമ്പളം നമുക്ക് ലക്ഷക്കണക്കിന് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടി. ഇത് ഏകദേശ കണക്ക്. കാനഡ ആയാലും അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും, ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവാനുള്ളൊരു കണക്ക് ഞാൻ പറയുക. നിങ്ങൾ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ 1 ലക്ഷം രൂപ ടാക്സ്. ഈയിടെ എന്നോട് പറഞ്ഞ കാനഡയിലുള്ള ഒരു കാനഡയിലുള്ള മകൻ്റെ പേരൻ്റ് പറഞ്ഞ, അത് കപ്പലിൽ ജോലിയുള്ള ആളിൻ്റെയാണ്. 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും, പക്ഷേ 1 ലക്ഷം രൂപ ടാക്സ് ആയിട്ട്, 1 ലക്ഷം രൂപയുടെ ടാക്സ് ആയിട്ട് പോകും. അവിടെയാണ്, അതാണ് എൻ്റെ പ്രശ്നം. ഈ UAE എന്നുള്ള ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ അത് അവിടെ ഇല്ല. അത്രയും ടാക്സ് ഒന്നും അവിടെ ഇല്ല. ടാക്സ് ഫ്രീ ഹാവനാണ് ഏകദേശം, കുറച്ച് ടാക്സ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും പ്രിഫർ ചെയ്യാറില്ല UAE തന്നെ തുടരാൻ വേണ്ടി, അടുത്താണ് തന്നെ. അങ്ങനെയുള്ള ടാക്സ് റെജീമാണ് ഇപ്പോഴും അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നടപടുന്നത്. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയവും ജനപ്രിയവുമായിട്ടൊരു നടപടിയാണ്. പക്ഷേ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ജനകീയനല്ലാത്ത ഒരു ടെക്നോക്രാറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഒരു ക്രോണിയാണ്, ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു തരത്തിലും ഒരു പ്രശ്നമുള്ള കാര്യവുമില്ല. ഇതാണ് ജനപ്രിയതയെ ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ ലാഭം വർദ്ധിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ നിലപാടുകൾ തമ്മിൽ സമാന്തര രേഖകളായിട്ട് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞാൽ യോജിച്ചു പോകാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളിലൊന്നുമല്ല. ആ ഐഡിയോളജി എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. ഒരിക്കലും ആ ഇലോൺ മസ്കിന് ഈ രീതി തിരിച്ചു വരാൻ കഴിയുന്നതുമല്ല. ട്രംപിനൊരു പക്ഷേ നികുതി ഇപ്പം കുറയ്ക്കാൻ പറ്റും, പക്ഷേ ഇലോൺ മസ്കിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളതെന്നുള്ളതാണ്. കാരണം ട്രംപിന് ജനങ്ങളും വേണം, അമേരിക്കയും വേണം. അമേരിക്ക നമ്പർ 1 ആവുകയും ചെയ്യണം, പക്ഷേ ഈ ജനങ്ങൾ തുടർന്നും തനിക്ക് വോട്ട് ചെയ്യുകയും വേണം. ആ ഒരു കാര്യമാണ് ട്രംപിൻ്റേത്. അപ്പോൾ ഒരു കൈ കൊണ്ട് എടുക്കുന്നത് ട്രംപിന് മറുകൈ കൊണ്ട് നഷ്ടമായി തീരുന്നൊരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അതാണ് പുതിയ ടാക്സ് ബില്ലിൽ. പക്ഷേ ഇതിനകത്ത് ഈ ബജറ്റിനെതിരെ മസ്ക് വിമർശനം നടത്തിയതാണ് ഈ പടിയിറക്കത്തിന് കാരണം എന്നും. ബജറ്റിലാണ് ഈ പ്രൊവിഷൻ ഉള്ളത്. ആ ബജറ്റിനെ എതിർക്കാൻ കാര്യം വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. അതിലെ ടാക്സാണ്, ടാക്സ് റെജീം. അത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തു, പോപ്പുലർ ബജറ്റ് ആക്കി എന്നുള്ളതാണ് അഭിപ്രായം. ഈ മുതലാളിമാരും ലിബറൽസ് നമ്മളീ പറയുന്ന ഈ നവ ലിബറൽ മൂല്യങ്ങളൊക്കെ ടാക്സുകൾ പരമാവധി കൂട്ടണമെന്ന് ആവശ്യപ്പെടും. ബജറ്റ് നിരാശാജനകമാണെന്ന് മസ്ക് പറയുകയാണ്. അതെ, കോർപ്പറേറ്റുകൾക്ക് നികുതി കുറയ്ക്കണം, അതേസമയം ജനങ്ങളുടെ നികുതി കൂട്ടണം, ഓരോന്നിനും ജനങ്ങളെ അക്കൗണ്ടബിൾ ആക്കണം, സൗജന്യങ്ങളിലൊന്നും ഫ്രീ ബീസൊന്നും കൊടുക്കരുതെന്നുള്ളതാണ് നവ ലിബറൽ സിദ്ധാന്തങ്ങൾ പറയുന്നത്. അവിടെയാണ് ഒരു തരത്തിലുള്ള സൗജന്യവും. അതെ അതെ അതെ, അതാണ് ഹ്യൂമൻ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളില്ലേ ഇന്ത്യയുമായിട്ട് അത്ര വ്യത്യാസം. നമ്മൾ ഇപ്പോഴും ഒരു അതുപോലുള്ള ഒരു ഇക്കോണമി ആയി കഴിഞ്ഞിട്ടില്ലല്ലോ. വികസിത രാജ്യമാണെങ്കിൽ ഇനിയും നമ്മൾ ഏതാണ്ടൊരു 10-20 വർഷം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. അതാണ് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി. ഇപ്പോൾ മസ്ക് ശരിയാണ്, രണ്ടുപേരും ശരിയാണ്. ഒന്ന് അമേരിക്ക നമ്പർ 1 ആവണം, 2 എനിക്ക് വീണ്ടും ജയിക്കണം. രണ്ടുപേരും 2 ലക്ഷ്യങ്ങളാണ്, ലക്ഷ്യങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ പാതകളും വ്യത്യസ്തമായിട്ട് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.